തിരുപ്പതിയിൽ നിന്ന് തിരുമല വരെയുള്ള ഒരു ദിവ്യയാത്ര. ആന്ധ്രാപ്രദേശിലെ ശേഷാചല പർവ്വതശൃംഖലയുടെ അടിവാരത്തിലാണ് പുണ്യനഗരമായ തിരുപ്പതി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് വെങ്കടേശ്വര ദർശനത്തിനായുള്ള തീർത്ഥയാത്ര ആരംഭിക്കുന്നത്. പരമ്പരാഗതമായി ഭക്തർ ആദ്യം ദർശനം നടത്തുന്നത് വെങ്കടേശ്വര സ്വാമിയുടെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ ഗോവിന്ദരാജസ്വാമി ക്ഷേത്രത്തിലാണ്. ശേഷം ലക്ഷ്മീദേവിയുടെ അവതാരമായ വെങ്കടേശ്വര പത്നിയായ തിരുച്ചാനൂരിലെ പത്മാവതി അമ്മയുടെ പുണ്യസന്നിധാനം. പത്മാവതി ദർശനശേഷം പൂർവ്വഘട്ടത്തിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ശ്രീനിവാസ, ഗോവിന്ദ തുടങ്ങിയ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തിരുമല കയറി ശ്രീ വെങ്കടേശ്വര സ്വാമി ദർശനം. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന വിവിധ രാജവംശങ്ങളുടെ സമർപ്പണത്തിലൂടെയാണ് തിരുപ്പതി തിരുമല ദിവ്യസന്നിധാനങ്ങൾ ഇന്നത്തെ മഹത്വം കൈവരിച്ചത്. പല്ലവരും ചോളരും മുതലായ പുരാതന ഭരണാധികാരികളിൽ തുടങ്ങി വിജയനഗര സാമ്രാജ്യത്തിന്റെ സുവർണകാലം വരെ രാജകീയ സംരക്ഷണവും ദാനപരമ്പരയും ഈ ക്ഷേത്രങ്ങളെ ഭാരതത്തിന്റെ ആത്മീയ മുകുടങ്ങളാക്കി. പത്മാവതിയുമായുള്ള വിവാഹത്തിനായി ശ്രീനിവാസൻ കുബേരനിൽ നിന്ന് സ്വീകരിച്ച കടം തീർക്കാൻ ഭക്തരുടെ സമർപ്പണങ്ങൾ സ്വീകരിക്കുന്ന തിരുമല മഹാഹുണ്ടി വെങ്കിടേശ്വര ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും തീവ്രതയാണ് വെളിവാക്കുന്നത്. അഹങ്കാരശമനാർത്ഥമുള്ള ശിരോമുണ്ടന ആചാരവും ദിവ്യപ്രസാദമായ തിരുപ്പതി ലഡ്ഡുവും ഈ യാത്രയെ സവിശേഷമാക്കുന്നു. ആദ്യം ഗോവിന്ദരാജന്റെ സന്നിധിയിൽ പ്രാർത്ഥന, പിന്നീട് പത്മാവതി അമ്മയുടെ അനുഗ്രഹം, അവസാനം വെങ്കടേശ്വര ദർശനം. ഇതാണ് തിരുപ്പതിയിൽ നിന്ന് തിരുമല വരെയുള്ള ദിവ്യദർശന പദം. ഓരോ പടിയും തപസ്സായി, ഓരോ ദർശനവും അനുഗ്രഹമായി മാറുന്ന ഈ ദിവ്യയാത്ര ഈശ്വരനുള്ള ഭക്തരുടെ ആത്മസമർപ്പണമാണ്.